5 വർഷം അനേകം മാറ്റങ്ങൾ വികസന വഴി തേടി നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ഏറാമല ഗ്രാമപഞ്ചായത്തിലാണ്. ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിക നമുക്കൊപ്പം ചേരുകയാണ്. 5 വർഷങ്ങൾ ഏറാമലയിലുണ്ടായ മാറ്റങ്ങൾ, വികസനങ്ങൾ എന്നിവ നമ്മളോടൊപ്പം പങ്കുവയ്ക്കും. നമസ്കാരം. ഇതാണ് ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിക, ഏറാമലയെ നയിക്കുന്ന പെൺകരുത്ത്. അപ്പോൾ 5 വർഷം ഏറാമലയിൽ സമഗ്ര മേഖലയിലും മാറ്റങ്ങൾ, വികസനം എത്തിച്ചുകൊണ്ടാണ് പടിയിറങ്ങുന്നത്. അപ്പോൾ എങ്ങനെയാണ് സന്തോഷം? വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് പടിയിറങ്ങുന്നത്. വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് പടിയിറങ്ങുന്നത്. എന്തായാലും ജനകീയ മുന്നണി എടുത്തു പറയപ്പെട്ട, അല്ലെങ്കിൽ ജനങ്ങൾ അറിഞ്ഞിട്ടുള്ള, അനുഭവങ്ങളിലൂടെ അറിഞ്ഞിട്ടുള്ള ഒരു വികസന പ്രവർത്തനം ജനകീയ മുന്നണി കാഴ്ചവെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അഭിമാനത്തോടു കൂടിയും അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് പടിയിറങ്ങുന്നത്. എല്ലാ മേഖലയിലും ഒരുവിധം മാറ്റങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും കഴിഞ്ഞിട്ടുണ്ട്. എടുത്തു പറയാവുന്ന നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ? എടുത്തു പറയപ്പെട്ട നേട്ടങ്ങൾ എന്ന് പറയുന്നത് തൊഴിലുറപ്പ് മേഖലയിലായാലും, മാലിന്യ സംസ്കരണത്തെ ആയാലും, അതേപോലെ തന്നെ കായിക സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിലായാലും, അങ്ങനെ നിരവധി കാര്യത്തിൽ എടുത്തു പറയപ്പെട്ട വികസനങ്ങൾ നടത്താൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. സബ് സെൻറ്റർ, ഹെൽത്ത് സെൻറ്ററുകൾ വെൽനസ് സെൻറ്ററുകളാക്കി മാറ്റാനും അതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കാനും, അതുപോലെ തന്നെ അംഗൻവാടികൾ പുതുതായി 5 അംഗൻവാടികൾ പുതുതായി നിർമ്മിച്ചിട്ടും, അതേപോലെ തന്നെ എല്ലാ അംഗൻവാടികളെയും ക്രാഡിൽ അംഗൻവാടിയാക്കി മാറ്റിയൊക്കെ വലിയ രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ, എല്ലാവരും തൊട്ടറിഞ്ഞ വികസന പ്രവർത്തനങ്ങൾ പശ്ചാത്തല മേഖലകളിലായാലും എല്ലാ മേഖലകളിലും സാധ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് സത്യം. ഏറാമല എന്ന് പറയുമ്പോൾ ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. അപ്പോൾ വ്യാവസായിക മേഖലയിലുള്ള ഒരു ഊന്നൽ എങ്ങനെയായിരുന്നു? ഏറാമല ഗ്രാമപഞ്ചായത്തിൻ്റെ ഹൃദയഭാഗമാണ് ഓർക്കാട്രി ടൗൺ എന്ന് പറയുന്നത്. 10,000-കണക്കിന് ആളുകൾ വന്നു പോകുന്ന കന്നുകാലി ചന്ത ഏറാമല ഗ്രാമപഞ്ചായത്താണ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ പല ആളുകളും നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നിന്നല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ ഈ ചന്തയും ഈ ഉത്സവമൊക്കെ പങ്കെടുക്കാൻ വേണ്ടി വരുന്ന ആളുകളും, അത് വലിയ രൂപത്തിലുള്ള വ്യാവസായികപരമായി സാമ്പത്തികമായി ക്രയവിക്രയം നടക്കുന്ന ഒരു സാമ്പത്തിക കേന്ദ്രങ്ങൾ, ബാങ്കുകളൊക്കെ, ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ വളരെ കൂടുതലുള്ള ഒരു ടൗണാണ് ഓർക്കാട്രി ടൗണ്. നമുക്കറിയാം, വടകരയ്ക്കും നാദാപുരത്തിനും ഇടയിലുള്ള ഏറ്റവും വലിയ ടൗണാണ് ഓർക്കാട്രി ടൗൺ എന്ന് പറയുന്നത്. അത് ഭക്ഷണശാലകളായാലും മറ്റ് എല്ലാ വിധത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങളൊക്കെ നിലനിൽക്കുന്ന സ്ഥലമാണ് ഓർക്കാട്രി ടൗൺ എന്ന് പറയുന്നത്. ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ തന്നെയാണ് ഓർക്കാട്രി ടൗണിൻ്റെ വിപുലീകരിച്ചിട്ടുള്ള മനോഹരമായ രൂപത്തിൽ കൈവരി ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മനോഹരമായി ഇൻ്റർലോക്കൊക്കെ ചെയ്ത് നമ്മുടെ ഓർക്കാട്രി ടൗണ് വളരെ മനോഹരമായി മാറിയത്. അതുകൂടാതെ നിരവധി ആളുകൾ, സ്ത്രീകൾ ഉൾപ്പെടെ, കുട്ടികൾ ഉൾപ്പെടെ ആളുകൾ വരുന്ന സ്ഥലമാണ് ഓർക്കാട്രി. ഈ ഭരണസമിതി വന്നതിന് ശേഷമാണ് പൊതു ടോയ്ലറ്റുകൾ നിർമ്മിക്കുമെന്നുള്ളത് ഈ ഭരണസമിതിയുടെ ആദ്യത്തെ വാഗ്ദാനമായിരുന്നു. അതിൽ ജീപ്പ് സ്റ്റാൻഡിൽ 6 ടോയ്ലറ്റുകൾ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കുൾപ്പെടെ 6 ടോയ്ലറ്റുകൾ. അതുപോലെ തന്നെ ഓർക്കാട്രി നമ്മുടെ ഹൃദയഭാഗം തന്നെയാണ്. ഗ്രാമപഞ്ചായത്ത് കോമ്പൗണ്ടും നിലനിൽക്കുന്നത് ഓർക്കാട്രിയുടെ ഭാഗത്ത് തന്നെയാണ്. ഇവിടെ 10 ടോയ്ലറ്റുകൾ, അതുപോലെ തന്നെ ചന്ത മൈതാനിയിൽ 10 ടോയ്ലറ്റുകൾ. അങ്ങനെ കേരളത്തിൽ ഒരുപക്ഷെ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തീർച്ചയായും പൊതു ടോയ്ലറ്റുകൾ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ഗ്രാമപഞ്ചായത്തായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ മാറ്റാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് ഈ ഭരണസമിതിയുടെ ഒരു മെച്ചം എന്ന് പറയുന്നത്. അതുകൂടാതെ ടേക്ക് എ ബ്രേക്ക്, വഴിയോര വിശ്രമ കേന്ദ്രം ഉൾപ്പെടെ മനോഹരമായ രൂപത്തിൽ നമ്മൾ അതിൻ്റെ പദ്ധതി ആവിഷ്കരിച്ച് ഈ ഹൈവേയുടെ അല്ലെങ്കിൽ ഈ PWD റോഡിന് തൊട്ടടുത്ത് തന്നെ ചേർന്ന് തന്നെയാണ് ടേക്ക് എ ബ്രേക്ക് കൂടി ഉൾപ്പെടുന്നത്. അപ്പോൾ മാലിന്യ സംസ്കരണത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്നു. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു പഞ്ചായത്തും കൂടിയാണ് ഏറാമല. ഇപ്പോൾ അത് എങ്ങനെയാണ്? ഇപ്പോൾ മാലിന്യ സംസ്കരണം ഏകദേശം അതിൻ്റെ പൂർത്തീകരിച്ച് എന്ന് നമുക്കൊരു പദ്ധതിയെയും കുറിച്ച് പറയാൻ സാധിക്കില്ല. കാലത്തിനനുസരിച്ച് വീണ്ടും മാറ്റങ്ങൾ തീർച്ചയായും ഉണ്ടാവേണ്ടതായി വരും. ഈ ഭരണസമിതിയുടെ കാലഘട്ടം, ഫസ്റ്റ് കാലഘട്ടം എന്ന് പറയുന്നത് സങ്കീർണമായിരുന്നു, വെല്ലുവിളി നിറഞ്ഞതായിരുന്നു എന്നുള്ളതാണ്. മാലിന്യ സംസ്കരണം കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും ഇന്ന് പദ്ധതി ആവിഷ്കരിക്കുന്ന സമയത്ത് ശുചിത്വം ഇന്ത്യയായാലും ശുചിത്വ കേരളം എന്ന രൂപത്തിൽ തന്നെയാണ് പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. ആ രൂപത്തിൽ തന്നെയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തും മുന്നോട്ട് പോയിട്ടുള്ളത്.
ഏറാമല ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മാലിന്യ സംസ്കരണ രംഗത്ത് മറ്റ് പഞ്ചായത്തുകളുമായി വിഭിന്നമായി നിൽക്കുന്നത് ജൈവ മാലിന്യം കൂടി നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നൂറുകണക്കിന് കടകളാണ് ഓർക്കാട്ടരി ടൗണിലുള്ള. അനുദിനം വർദ്ധിച്ചു വരികയാണ് ജൈവ മാലിന്യം. ഭക്ഷണശാലകളും ആളുകൾ ഇപ്പോൾ കൂടുതൽ പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ഭക്ഷണാവശിഷ്ടങ്ങൾ, അതുപോലെ ഫംഗ്ഷനുകൾ, നമ്മുടെ ഒരു പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് ആളുകളെ പരിപാടിക്ക് ക്ഷണിച്ച്, കല്യാണമായാലും വീട്ടുകൂടലായാലും എല്ലാ പരിപാടിക്കും ഒരുപാട് ആളുകളെ ക്ഷണിക്കുകയും വലിയ രൂപത്തിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. അനുദിനം ഈ ഭക്ഷണാവശിഷ്ടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതിനെ നമ്മുടെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് സംസ്കരിക്കാനും ഇന്ന് ആധുനിക രൂപത്തിലുള്ള കോഴിക്കോട് ജില്ലയിൽ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ മാതൃകാപരമായ മിഷനറി സംവിധാനം ഉൾപ്പെടെ ഡ്രൈയിങ് മെഷീനായാലും കട്ടിംഗ് മെഷീനായാലും വിവിധ തരത്തിലുള്ള മെഷീനുകളൊക്കെ തന്നെ സ്ഥാപിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ജൈവമാലിന്യ സംസ്കരണം എന്ന് പറയുന്നത്. തീർച്ചയായും ടൗണുകളിൽ നിന്നും മറ്റും ശേഖരിച്ചു കൊണ്ടുവരുന്ന ഈ ഭക്ഷണാവശിഷ്ടങ്ങൾ അതിൻ്റെ പ്രോസസ്സ് പ്രക്രിയ പൂർത്തീകരിച്ച് അതിനെ ജൈവവളമാക്കി മാറ്റി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ കാർഷിക മേഖലകളിലേക്ക് സബ്സിഡി ഇനത്തിൽ നൽകുന്ന രൂപത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും അതുകൂടാതെ ആവശ്യക്കാർക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് ബൾക്കായും ചെറുതായും ഒക്കെ തന്നെ വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ്. നേരത്തെ ഈ ഏറാമല ഗ്രാമപഞ്ചായത്തിന് ഇതിന് തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഘടനയിലും നമ്മൾ എത്തിയിട്ടില്ല. ഇവിടെ വരുന്ന മാലിന്യങ്ങൾ മുഴുവനും വലിയ വിശാലമായ ഈ ചന്ത മൈതാനിയിൽ കുഴിച്ചിടുന്ന ഒരവസ്ഥയായിരുന്നു. അത് പ്ലാസ്റ്റിക് മാലിന്യമായാലും ജൈവ മാലിന്യമാണ്. ഇത് നിക്ഷേപിക്കാനോ ഒരു കെട്ടിടം ഇല്ലായിരുന്നു, സൂക്ഷിക്കാനുള്ള ഒരു കെട്ടിടമൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. നിലവിലൊരു പ്ലാസ്റ്റിക് കൊണ്ട് മറച്ച ആയിരുന്നു 2021 ജനുവരി മാസത്തിൽ ഞങ്ങളിവിടെ വരുന്ന സമയത്തുണ്ടായിരുന്നത്. ഇന്ന് ഈ പറയുന്ന ജൈവമാലിന്യത്തിനായാലും അജൈവ മാലിന്യത്തിനായാലും വലിയ രൂപത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളും ബിൽഡിങ്ങുകളും മിഷനറി സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുത്ത് മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ 2023 മൈക്രോ എൻ്റർപ്രൈസസിനുള്ള അവാർഡ് നമ്മുടെ ഏറാമല ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2023, 24, 25 കാലഘട്ടത്തിൽ കായകൽപ്പ അവാർഡ് ശുചിത്വ മേഖലയിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതുകൂടാതെ ഹരിതതീരം ഇവർക്ക് വേണ്ടി പ്രത്യേകമായി സംരംഭ ഗ്രൂപ്പുകൾക്കുള്ള അവാർഡ് ലഭ്യമായി. നിരവധി മാലിന്യ സംസ്കരണ രംഗത്തിൽ നിരവധി അവാർഡുകൾ. 100% യൂസർ ഫീ പൂർത്തീകരിക്കുന്ന ഗ്രാമപഞ്ചായത്ത്, എല്ലാ മാസങ്ങളിലും യൂസർ ഫീ കളക്ട് ചെയ്യുന്ന ഗ്രാമപഞ്ചായത്താണ് ഏറാമല ഗ്രാമപഞ്ചായത്ത്. അതിനുള്ള പ്രത്യേക അംഗീകാരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ സ്വച്ഛ ഭാരത് മിഷൻ്റെ ഫേസ് 2 ഫണ്ട് പൂർണ്ണമായും വിനിയോഗിക്കുന്ന ഗ്രാമപഞ്ചായത്ത് എന്നുള്ള രൂപത്തിലുള്ള അംഗീകാരം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഒറീസയിൽ വെച്ച് നടന്നിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ പരിപാടിയിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പങ്കെടുത്ത് അതിൻ്റെ അംഗീകാരം വാങ്ങിയിട്ട് അങ്ങനെ നിരവധി അംഗീകാരങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. 2023 നമ്മൾ ഈ ജൈവ മാലിന്യം ശേഖരിച്ച് വളമാക്കി മാറ്റുന്ന അതിന് ലൈസൻസ് ഉൾപ്പെടെ ലഭ്യമാക്കിക്കൊണ്ട് പുറത്തേക്ക് വിപണന കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത്. ഇന്ന് 5 കിലോൻ, 1 കിലോൻ, 5 കിലോൻ, 5 കിലോ, 25 കിലോ, 50 കിലോ രൂപത്തിൽ വളം സഞ്ചികളിലാക്കി വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാലിന്യം വരുമാനമാക്കി മാറ്റുകയാണ് ചെയ്തത്. തീർച്ചയായും മാലിന്യം വരുമാനമാക്കി മാറ്റുകയാണ്. അത് ജൈവ മാലിന്യം ഈ രൂപത്തിൽ പ്രോസസ്സാക്കി പുതിയ ഉൽപ്പന്നമാക്കി തന്നെയാണ് വിപണിയിൽ ഇറക്കിക്കൊണ്ടാണ് നമ്മൾ വരുമാന മാർഗ്ഗമാക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അത് പുറത്തേക്ക് കൊണ്ടുപോയി വലിയ രൂപത്തിൽ ഒരുപക്ഷേ കേരളത്തിൽ ഇത്രയും 42 സ്ത്രീകൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന സ്ഥലമാണ് ഏറാമല ഗ്രാമപഞ്ചായത്തിൻ്റെ മാലിന്യ സംസ്കരണത്തിലെ ഹരിതസേന അംഗങ്ങൾ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന, ഞായറാഴ്ച മാറ്റി നിർത്തിയാൽ എല്ലാ ദിവസത്തേക്കും കൂടി 19,500 രൂപ മാസവരുമാനം ലഭ്യമാക്കുന്ന അല്ലെങ്കിൽ മാസവരുമാനം ഇത്രയും സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്തായി നമ്മുടെ ഏറാമല ഗ്രാമപഞ്ചായത്തിന് മാറാൻ സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ ഓണം ബോണസിന് 11,250 രൂപ നമ്മുടെ പ്രിയപ്പെട്ട ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് ഓണം ബോണസായി നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ മാതൃകാപരമായ അല്ലെങ്കിൽ നിരവധി അംഗീകാരങ്ങൾ പൈലറ്റ് പഞ്ചായത്തായി മാലിന്യ സംസ്കരണ പ്രവർത്തനം നടത്തുന്ന മറ്റ് പഞ്ചായത്തുകൾക്ക് മാതൃകയാക്കി മാറ്റാനും നിരവധി കുട്ടികൾ ഉൾപ്പെടെ മറ്റ് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുൾപ്പെടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ വന്ന് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ പ്രോസസ്സ് മാലിന്യ സംസ്കരണ കേന്ദ്രം വന്ന് പഠനം നടത്തുന്ന നിലയിലേക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഈ പദ്ധതി നടപ്പിലാക്കി. MJ Asha Multi Speciality Hospital,
ഇപ്പോൾ ഏറാമലയിൽ ഗ്രാമപഞ്ചായത്തിൽ വരുന്ന ആളുകൾക്കുള്ള ഒരു ഉപകാരം എല്ലാം തൊട്ടടുത്ത ബിൽഡിങ്ങുകളിലായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് അല്ലേ? അതെ അതെ അതെ. എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ ചേർന്ന് വരുന്നത്? ഏറാമല ഗ്രാമപഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു ആവശ്യത്തിന്, ഒരു നികുതി അടക്കുന്ന ആവശ്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദൈനംദിനമായ ആവശ്യത്തിന് ഗ്രാമപഞ്ചായത്തിൽ വരുന്ന ആൾക്ക് തീർച്ചയായും നമ്മുടെ തൊട്ടടുത്ത് ഏറ്റവും മനോഹരമായ രൂപത്തിൽ, നമ്മളിവിടെ നിൽക്കുന്നത് ആയുർവേദ ഹോസ്പിറ്റലിനടുത്താണ്, മനോഹരമായ രൂപത്തിൽ, ഒരു പക്ഷേ നമ്മുടെ പ്രദേശത്തൊന്നും ഇതുപോലെ മനോഹരമായ ഒരു ആയുർവേദ ഡിസ്പെൻസറി ഉണ്ടാവില്ല. അത് നമ്മൾ നവീകരിച്ച് മനോഹരമായ രൂപത്തിൽ അത് മാറ്റിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൃഷിഭവൻ, കോഴിക്കോട് ജില്ലയിൽ മാതൃകാപരമായ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള, ഭൗതിക സാഹചര്യങ്ങൾ വലിയ മാറ്റം വരുത്തിയിട്ടുള്ള കൃഷിഭവൻ 33 ലക്ഷം രൂപ ചെലവഴിച്ച് നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ ജനങ്ങളോട് ഇഴചേർന്ന് നിൽക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനം ഹോമിയോ ഹോസ്പിറ്റൽ. ഈ ഭരണസമിതി വരുന്ന സമയത്ത് നമ്മുടെ വില്ലേജ് ഓഫീസ് എന്ന് പറയുന്നത് വാടക കെട്ടിടത്തിൽ, എത്രയോ വർഷമായി വാടക കെട്ടിടത്തിലായിരുന്നു ഏറാമല വില്ലേജ് ഓഫീസ്. അവർക്ക് ഫയൽ സൂക്ഷിക്കാനോ അല്ലെങ്കിൽ സ്വസ്ഥമായി ഇരുന്ന് പേപ്പർ വർക്കുകൾ ചെയ്യാനോ ഒന്നും പറ്റാത്ത രൂപത്തിൽ ഇന്ന് മനോഹരമായ രൂപത്തിൽ ഗ്രാമപഞ്ചായത്തിനോട് ചേർന്ന് തന്നെ ഏറാമല വില്ലേജ് ഓഫീസ് നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ഹോമിയോ ഹോസ്പിറ്റൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മിനി സിവിൽ കോംപ്ലക്സ്, ഒരു ആവശ്യത്തിന് വരുന്ന സമയത്ത് എല്ലാ ആവശ്യങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന രൂപത്തിലാണ് ഇതിൻ്റെ പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചത്. 2.5 വർഷം ഷക്കീല ഈങ്ങോളിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഏറ്റെടുത്ത് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായും. ഈ ഭരണസമിതിയുടെ ആദ്യകാലം എന്ന് പറയുന്നത് ഷക്കീല ടീച്ചറാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായി ചുമതലയേറ്റത്. ദീപുരാജ് വൈസ് പ്രസിഡൻറ്റും ആയിക്കൊണ്ടാണ്. ആ കാലഘട്ടത്തിൻ്റെ തുടർച്ച എന്നുള്ള നിലക്ക് തന്നെയാണ്, ആ പദ്ധതിയുടെയൊക്കെ ഒരു തുടർച്ച എന്നുള്ള നിലക്ക് തന്നെയാണ് ഞാനും വന്നിട്ടുള്ളത്. പക്ഷേ ടീച്ചറുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് അത് കുറെ കൂടി സങ്കീർണമായിരുന്നു. കാരണം കോവിഡ് സമയത്തായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കോവിഡ് സമയത്ത് നമ്മളെല്ലാവരും അഭിമുഖീകരിച്ച കുറേ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വീടുകളിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തതൊക്കെ ആയിട്ടുള്ള ഈ കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് നിൽപ്പിക്കണം എന്നുള്ളതൊരു വലിയ ഒരു പ്രയാസമായി നിൽക്കുന്ന സമയത്താണ് അന്ന് MES സ്കൂള് ഉൾപ്പെടെ നമുക്ക് ലഭ്യമാക്കുകയും അവിടെ കട്ടിൽ, ആളുകൾക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്ത ആളുകൾക്ക് കട്ടിൽ, ഭക്ഷണം, അതുപോലെ തന്നെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഇല്ലാത്ത പ്രശ്നങ്ങൾ. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ ഇത്രയും ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ വളരെ മനോഹരമായി ടീച്ചറുടെ ഒരു കാലത്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൂടാതെ നമ്മുടെ ഓർക്കാട്ടറി CHCയിലായിരുന്നു അന്ന് വാക്സിൻ ലഭ്യമായത്. തീർച്ചയായും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ PHC കൂടിയാണ് ഓർക്കാട്ടറി CHC എന്ന് പറയുന്നത്. പക്ഷേ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള ആളുകൾക്ക് അവിടെ നിന്ന് വാക്സിൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ഗ്രാമപഞ്ചായത്ത് ഗ്രാമനിവാസികൾക്ക് എങ്ങനെ വാക്സിൻ ലഭ്യമാക്കും എന്നുള്ള ഒരു വലിയൊരു പ്രയാസം അന്ന് നേരിട്ടിരുന്നു. ആ സമയത്ത് കോഴിക്കോട് പോവുകയും DMA ഉൾപ്പെടെ ആവശ്യപ്പെട്ടതിൻ്റെ ടീച്ചർ നേരിട്ട് പോവുകയും സംസാരിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായി നമുക്ക് പ്രത്യേകമായി കോവിഡ് വാക്സിൻ സെൻറ്റർ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു അത് ചെയ്തിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ സംയമനത്തോടുകൂടി വളരെ മനോഹരമായി ചെയ്തു തീർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ തുടർച്ച എന്നുള്ള നിലക്ക് തന്നെയാണ് ഞാനും വരുന്നത്. അതിൻ്റെ തുടർച്ചയിൽ ഞങ്ങളുടെ മുന്നണി എന്താണോ ചെയ്തു തീർക്കാൻ ചെയ്യും എന്ന് ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അത് പൂർണ്ണമായും ചെയ്ത് തീർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളൊക്കെ പൂർത്തിയായോ? പ്രകടന പത്രങ്ങളിലെ വാഗ്ദാനങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ടൗണുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടൗണിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്ന വയോജന റിക്രിയേഷൻ സെൻറ്റർ എന്ന ഒരു പദ്ധതിയാണ് നമുക്ക് നടക്കാതെ പോയിട്ടുള്ളത്. അതുമാത്രമേ നടക്കാതെ പോയിട്ടുള്ളൂ. അപ്പോൾ ഓരോ മേഖലകളായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് സമഗ്ര മേഖലയിലും വികസനം എത്തുമ്പോഴാണ് പ്രകടന പത്രിക പൂർത്തിയാകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തരിശുഭൂമിയിൽ കൃഷി ഇറക്കി ഒരു നേട്ടമുണ്ടാക്കിയത് കാർഷിക മേഖലയിൽ അല്ലേ? കാർഷിക മേഖലയിൽ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മളെ വളം ഉൾപ്പെടെ ലഭ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ പശു, ആട്, പോത്ത് ഉൾപ്പെടെ വിത്തുകൾ, നിരവധി വിത്തുകൾ ഉൾപ്പെടെ കൃഷിഭവനിൽ വെച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ എത്രയോ വർഷമായി 10-20 വർഷം മുന്നേ തരിശു ഭൂമിയായി കിടക്കുന്ന ഏറാമല കൈപ്പാട്, വലിയ കൈപ്പാട് ഭൂമി നമ്മൾ വലിയ രൂപത്തിൽ മനോബലത്തോടു കൂടി ഏറ്റെടുക്കുകയും അതിൻ്റെ ഭാഗമായി അവിടുത്തെ കൃഷിക്കാരെ സംഘടിപ്പിച്ച് മനോഹരമായ രൂപത്തിൽ അവിടുത്തെ കാടുകളൊക്കെ വെട്ടിത്തെളിയിച്ച് നിലവിലുണ്ടായിരുന്ന ഒരു കൈത്തോടുണ്ടായിരുന്നു, നകത്തപ്പെട്ട, അത് പുനഃസ്ഥാപിച്ച്
മത്സ്യകൃഷി തുടങ്ങി, നെൽകൃഷി തുടങ്ങി, കിഴങ്ങ് വർഗ്ഗങ്ങൾ തുടങ്ങി, അങ്ങനെ വലിയ രൂപത്തിലുള്ളൊരു മാറ്റം കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതൊരു വലിയ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു വികസന പ്രവർത്തനമാണ്. അതുപോലെ തന്നെ പട്ടർപ്പറമ്പ് കോളനി 10 ലക്ഷം വീട് കോളനി വില്ലാ പ്രൊജക്റ്റാക്കി മാറ്റാൻ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കോളനികളായിരുന്നു ആദ്യൂർ ലക്ഷം വീടും പട്ടപ്പറമ്പ് എന്ന് പറയുന്നത്. കയറി കിടക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ ഒരു ചുമരിന് ഇരുവശത്തും വീടുകൾ താമസിക്കുന്നത്. അപ്പോൾ അത് മാറ്റി അതിനൊരു എങ്ങനെയാണ് നമ്മൾ ഇവരെ താമസിപ്പിക്കുക. അപ്പോൾ 5 വീടുകൾ ഗ്രാമപഞ്ചായത്ത് പട്ടപ്പറമ്പിൽ പൂർണ്ണമായി നിർമ്മിക്കുകയും ബാക്കി 21 വീടുകളിൽ മാതൃഭൂമി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എൻ്റെ വീട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 21 വീടുകൾ വില്ലാ പ്രൊജക്റ്റാക്കിയിട്ടാണ് നമ്മളതിനെ മാറ്റുന്നത്. അപ്പോൾ 3 കോടിയോളം രൂപയുടെ പദ്ധതിയാണ് അതിനുവേണ്ടി ഏകദേശം പുറത്തു നിന്ന് കുറച്ചുകൂടി പൈസ സമാഹരിക്കേണ്ടത്. അതും കൂടി സമാഹരിച്ച് ആ പദ്ധതിയാണ് അവിടെ തുടങ്ങുന്നത്. പിന്നെ ആദ്യൂർ ലക്ഷം വീടാണ്. അതിന് പട്ടയം നമുക്ക് ലഭ്യമാക്കാൻ സാധിച്ചിരുന്നില്ല എന്നല്ല, ഇതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പ്രവർത്തനവും നടത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ നവംബർ മാസത്തിൽ അവിടെ 8 വീടുകൾക്ക് പട്ടയം ലഭ്യമാക്കി. ഈ ഭരണസമിതിയുടെ തുടർച്ച എന്നുള്ളതിലേക്ക് അടുത്ത ഭരണസമിതി തീർച്ചയായും അവർക്ക് കൂടി വീട് ലഭ്യമാക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കും. 200ഓളം വീടുകൾ ലൈഫ് ഭവന പദ്ധതിയിലായാലും ചിറ്റിലപ്പള്ളി വിവിധ ഫണ്ടുകൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന് ആരോഗ്യ ഉപകേന്ദ്രങ്ങളാണ്. 6 ആരോഗ്യ ഉപകേന്ദ്രങ്ങളാണ് ഏറാമല ഗ്രാമപഞ്ചായത്തിലുള്ളത്. ഒന്ന് ഓർക്കാട്ടറി CHCയിൽ തന്നെയാണ് ഒരു PHC. ബാക്കി 5 ആരോഗ്യ ഉപകേന്ദ്രങ്ങളും വാടക കെട്ടിടത്തിലായിരുന്നു എന്നുള്ളതാണ്. അത് പൂർണ്ണമായും ഉറപ്പുവരുത്തി. കോവിഡ് സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആളുകളെ താമസിപ്പിക്കാനുള്ള പ്രയാസം, അതിനെ പൂർണ്ണമായി ഇനി എന്തെങ്കിലും ഒരു മാരക രോഗം നമ്മുടെ നാട്ടിൽ പിടികെടുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായി വാർഡുകളെ ചുറ്റിപ്പറ്റി തന്നെ ആരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടാവാനും ആ ആരോഗ്യ കേന്ദ്രങ്ങൾ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ 5 സെൻറ്ററുകൾക്കും സ്ഥലമില്ലാത്തതിന് സ്ഥലം വാങ്ങിച്ചെടുക്കാനും അതുപോലെ തന്നെ സൗജന്യമായി വാങ്ങിച്ചെടുക്കാനും ബാക്കി എല്ലാത്തിനും ഫണ്ട് കണ്ടെത്താൻ. അപ്പോൾ 2 എണ്ണം നമ്മൾ ഉദ്ഘാടനം ചെയ്തു. കുറിഞ്ഞാലിയോട് MP വിനോയ് വിശ്വം MP ഫണ്ടിനെ ഉപയോഗിച്ച്, അതുപോലെ തന്നെ നെല്ലാച്ചേരി NHM ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ആരോഗ്യ ഉപകേന്ദ്രം നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ എല്ലാ വെൽനസ് സെൻ്ററുകളാക്കി എല്ലാ ഉപകരണങ്ങളും ഇതൊക്കെ നമ്മൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാർത്തിയപ്പള്ളി ആരോഗ്യ ഉപകേന്ദ്രം 57 ലക്ഷം രൂപ NHM ഫണ്ടാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏകദേശം 80% പൂർത്തിയാക്കിയിട്ടുണ്ട്. ബാക്കി തുരുത്തിമുക്ക് ആദ്യൂർ ഉപകേന്ദ്രം ആദ്യം പൊളിച്ചു മാറ്റി പുതിയ ബിൽഡിംഗ് എടുക്കാൻ കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കൂടി നമുക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ എത്തിക്കാൻ, ആരോഗ്യ ഉപകേന്ദ്രങ്ങൾക്ക് വേണ്ടി എത്തിക്കാനൊക്കെയുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. പുതിയ അങ്കണവാടികൾ 5 പുതിയ അങ്കണവാടികൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കുട്ടികൾക്കായാലും സ്ത്രീകൾക്കായാലും പെൺകുട്ടികൾക്കായാലും സ്ത്രീകൾക്കായാലും ശിശുക്കൾക്കായാലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നതാണ് അങ്കണവാടികൾ. അതിനെ മാതൃകാപരമാക്കി മാറ്റാനും ക്രാഡിലാക്കി മാറ്റാനും പുതിയ ബിൽഡിങ്ങുകൾ ഉൾപ്പെടെ നിർമ്മിച്ച് മുഴുവൻ സ്ഥാപനങ്ങൾക്ക് സ്വന്തം കെട്ടിടം ഉള്ള ഗ്രാമപഞ്ചായത്തായി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മാറി എന്നുള്ളതാണ്. മറ്റൊന്ന് എടുത്തു പറയപ്പെട്ട മറ്റൊരു കായിക രംഗമാണ്. അതിൽ ആദ്യൂർ മിനി സ്റ്റേഡിയം, മണപ്പുറം പ്ലേ ഗ്രൗണ്ട്, ഈ 2 വിശാലമായ കളിക്കളം ഗ്രാമപഞ്ചായത്തിൻ്റെ കസ്റ്റഡിയിൽ എത്രയോ മുന്നേ ഉണ്ട് എന്നുള്ളതാണ്. അവിടെ കുട്ടികൾക്ക് വേണ്ടി ഒരു പദ്ധതിയും ഇതുവരെയും ആവിഷ്കരിച്ചില്ല എന്നുള്ളത് വലിയ ഒരു പരാജയമാണ്. അതിന് നമ്മൾ MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് 1 കോടി രൂപയുടെ ഫ്ലഡ് ലൈറ്റ്, അതായത് എല്ലാ സമയത്തും 24 മണിക്കൂർ രാത്രിയും പകലും ഒക്കെ കളിക്കുന്ന രൂപത്തിൽ ഫുട്ബോൾ, ജിംനാസ്റ്റിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രൂപത്തിലാണ് നമ്മുടെ ആദ്യൂർ മിനി സ്റ്റേഡിയം നമ്മൾ ഇതിൻ്റെ പദ്ധതി തയ്യാറാക്കി ഭരണാനുമതി ലഭ്യമായിട്ടുണ്ട്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങും. മറ്റൊന്ന് മണപ്പുറം പ്ലേ ഗ്രൗണ്ടാണ്. 47 ലക്ഷം രൂപ മുതലാക്കി അവിടെയും ഈ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലൈറ്റുകളൊക്കെ സ്ഥാപിച്ച് രാത്രിയൊക്കെ കളിക്കാവുന്ന രൂപത്തിൽ തന്നെ അതിനോട് ചേർന്ന് ഹാപ്പിനെസ് പാർക്ക് ഉൾപ്പെടെ അവിടെ ഒരു വോളിബോൾ അക്കാദമി, ക്രിക്കറ്റ്, ഇതൊക്കെ തന്നെയാണ് അവിടെ ആലോചിക്കുന്നത് മണപ്പുറം. അതിൻ്റെയും ഭരണാനുമതി കിട്ടി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പ് വന്നിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട മുന്നേറ്റം ഗ്രാമപഞ്ചായത്തിന് ഉണ്ടാക്കിയത് തൊഴിലുറപ്പ് പദ്ധതിയാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത്, കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് 20 ആളുകളായിരുന്നു ഏറാമല ഗ്രാമപഞ്ചായത്തിൽ 100 തൊഴിൽ ദിനം കേട്ടിയിട്ടുള്ളത്. അത് നമ്മുടെ ഭരണസമിതി വന്ന് ഘട്ടമായി മാറ്റം വരുത്തി വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ ഏറ്റവും പിന്നിട്ട് നിൽക്കുന്ന, തൊഴിലുറപ്പ് പദ്ധതിയിൽ പിന്നിട്ട് നിൽക്കുന്ന ഗ്രാമപഞ്ചായത്തായിരുന്നു നമ്മുടെ ഗ്രാമപഞ്ചായത്ത്. വലിയ സാധ്യതകളുടെ ഗ്രാമപഞ്ചായത്താണ് ഏറാമല ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ നമ്മൾ അതിലിടപെടുകയും കൃത്യമായി അതിനെ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഘട്ടമായി ഇന്ന് ഇന്ത്യയിലെ 100 ദിനം പൂർത്തീകരിച്ച ആദ്യ പഞ്ചായത്തുകളിൽ ഒന്നായി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മാറിയിട്ട് അതിൻ്റെ അവാർഡൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൂടാതെ
20 എന്നുള്ളതിൽ നിന്ന് നമ്മൾ 92, 500, 1100 ചില്ലാനം, ഇന്ന് 1300 ചില്ലാനത്തിലേക്ക് 100 തൊഴിൽ, അതായത് 100 തൊഴിൽ ദിനം ആവശ്യപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും 100 തൊഴിൽ ദിനം കൊടുക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നേടിക്കഴിഞ്ഞ്. അതുകൂടാതെ 10-15 വർഷം ഈ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചിട്ടുള്ള ആളുകൾ ഒരു റോഡുകൾ പോലും ചെയ്തില്ല എന്നുള്ളതാണ്. ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഏകദേശം 77ഓളം റോഡുകൾ തൊഴിലുറപ്പ് പദ്ധതികളുടെ സുസ്ഥിര വികസന മാതൃകയിൽ നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് പശ്ചാത്തല മേഖല, ഇതിനോട് ചേർത്ത് തന്നെ പറയുകയാണ്, പശ്ചാത്തല മേഖലകൾ കോടിക്കണക്കിന് രൂപയുടെ വികസനം നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. MLA ഒക്കെ ഒരു വലിയ ഫണ്ട്, ഏകദേശം ഒരു 10 കോടിയിൽ മേലെ ഏറാമല ഗ്രാമപഞ്ചായത്തിൽ വന്നിട്ടുണ്ട്. അത് പശ്ചാത്തല മേഖലകളിലേക്ക് എത്രയോ വർഷം മുന്നേ റോഡുകളുടെ പുതിയ നിർമ്മാണം, അതായത് റോഡുകളെല്ലാം തന്നെ ഏകദേശം അനുഭവമാണ്. ഓരോ മനുഷ്യൻ്റെയും ഏറാമല ഗ്രാമപഞ്ചായത്തിലെ അനുഭവമായി പശ്ചാത്തല മേഖലയിലെ വികസനം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പൂർണ്ണമായും നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ലെങ്കിൽ വലിയ ഏകദേശം ഒരു 18 കോടിയോളം രൂപ പശ്ചാത്തല മേഖലകളിൽ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. മയൂരം കോക്കനട്ട് മിൽ, മനസ്സിലെന്നും മായാത്ത രുചി. അപ്പോൾ ഈ പറഞ്ഞ മേഖലകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള മറ്റൊരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല. വിദ്യാഭ്യാസ മേഖലയിലുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളായിരുന്നു? വിദ്യാഭ്യാസ മേഖലയിൽ എന്ന് പറയുമ്പോൾ പള്ളിക്കൂടങ്ങൾ പറക്കട്ടെ എന്ന പേരിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. അതിൽ വിവിധതരം ക്വിസ് മത്സരങ്ങളായിക്കോട്ടെ, കുട്ടികൾക്കുള്ള മോട്ടിവേഷൻ ആയിക്കോട്ടെ, പുതിയ കാലത്ത് ലഹരിയുടെയൊക്കെ പ്രശ്നങ്ങളുള്ള സമയത്ത് കുട്ടികൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ, മാനസികപരമായ പിരിമുറുക്കങ്ങളൊക്കെ, അങ്ങനെ നിരവധി ക്ലാസ്സുകൾ ഉൾപ്പെടെ മത്സര പരീക്ഷകൾ ഉൾപ്പെടെ നമ്മൾ നടത്തിയിട്ടുണ്ട്. LSS USSൻ്റെ കോച്ചിങ് ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. മത്സരാർത്ഥികൾക്ക് അനുമോദനങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള എല്ലാ സ്കൂളുകൾക്കും സ്പോർട്സ് കിറ്റ്, കുട്ടികൾക്ക് കളിക്കാൻ കിറ്റുകളില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്പോർട്സിൻ്റെ എല്ലാ ഉപകരണങ്ങളും നൽകിക്കൊണ്ട് സ്പോർട്സ് കിറ്റുകൾ നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ വായനശാലകൾ, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് വായനശാല എന്ന് പറയുന്നത്. ഏറാമല ഗ്രാമപഞ്ചായത്തിൽ 5 വായനശാലകൾക്ക് ഫണ്ട് വെച്ച് എല്ലാ വായനശാലകളും നവീകരിക്കുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, മഹാത്മാ ഗ്രന്ഥാലയം കുന്നുമ്മക്കര അതിൻ്റെ നിയമ പോരാട്ടം തന്നെ നടത്തിയിട്ടാണ് ഭരണസമിതിയുടെയും വാർഡ് മെമ്പറുടെയും ആ പ്രദേശത്തുള്ള ജനങ്ങളുടെയും ഇച്ഛാശക്തിയുടെ ഭാഗമായാണ് നിയമ പോരാട്ടം നടത്തി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സ്ഥലം പിടിച്ചെടുക്കാൻ ശ്രമിച്ച ആളുകളോടൊരു പോരാട്ടം നടത്തി തന്നെയാണ് അത് നമ്മൾ പൂർത്തീകരിച്ചത്. കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത് നാടിന് മനോഹരമായൊരു വായനശാല നിർമ്മിച്ച് നൽകി. അതുപോലെ തന്നെ പുതുതായി പൊളിച്ചുമാരി തന്നെയാണ് നമ്മൾ അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഓർക്കാട്ടറി വായനശാല ഗ്രന്ഥാലയം, മഹാത്മാ ഗ്രന്ഥാലയം നവീകരണ പ്രവർത്തനം നടത്തി നല്ല മാറ്റം ഉണ്ടാക്കി ആളുകൾക്ക് വളരെ മാനസികപരമായ ഉല്ലാസം നൽകുന്ന രൂപത്തിൽ തന്നെ അവിടെ വന്നിരിക്കാനും വായനയിൽ ഏർപ്പെടാൻ, എത്രയോ കാലമായി അടച്ചുപൂട്ടി കിടക്കുന്ന സ്ഥലമാണത്. അതൊക്കെ നമുക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാർത്തികപ്പള്ളിയുള്ള അർപ്പണ ഗ്രന്ഥാലയം, നവസംസ്കാര പരിഷത്ത്, അതുപോലെ തന്നെ കുന്നുമ്മക്കര ഗ്രാമീണ ഗ്രന്ഥാലയം, ഇതിനൊക്കെ MLA ഫണ്ട്, MP ഫണ്ട് ഉൾപ്പെടെ ലഭ്യമായിക്കൊണ്ടാണ് നമ്മുടെ ഗ്രന്ഥശാലകൾ വിപുലീകരിച്ചത്. അപ്പോൾ കുട്ടികൾക്ക് മനോഹരമായ രൂപത്തിൽ തന്നെയാണ് പദ്ധതികൾ ആവിഷ്കരിച്ചത്. ഇതൊക്കെ കുട്ടികൾക്ക് വേണ്ടി തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അതുകൂടാതെ ഞാനിപ്പോൾ പറഞ്ഞു വിവിധ തരത്തിലുള്ള, അപ്പോൾ തോടൊക്കെ എത്രയോ കാലമായി നിർമ്മിക്കുന്നില്ല എന്നുള്ളതാണ്. നഗരസഞ്ചയൻ്റെ ഫണ്ടുകൾ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ CFC ഫണ്ടുകളൊക്കെ ഉൾപ്പെടുത്തി നമ്മളെ നഷ്ടപ്പെട്ടു പോയ തോടുകളൊക്കെ വീണ്ടെടുക്കാനുള്ള കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനം, തോടുകൾ വീണ്ടെടുക്കുന്ന കാര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ സംസ്കൃതി അല്ലെങ്കിൽ നമ്മുടെ പരമ്പരാഗതമായ കാർഷിക മേഖലകൾക്ക് ഉപയോഗിക്കാവുന്ന രൂപത്തിൽ തന്നെ തോടുകൾ വീണ്ടെടുക്കുന്ന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. കൂടാതെ ഈ കുറേ എന്താ പറയുക, ജനങ്ങളോട് ജനകീയമായി വിഭവ സമാഹരണം, കോടിക്കണക്കിന് രൂപയുടെ വിഭവ സമാഹരണം നടത്താൻ നമ്മളെ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയപ്പെട്ടതാണ് 32 സെൻറ്റ് സ്ഥലം സൗജന്യമായി ജലജീവന് വേണ്ടി നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ടൗൺ കുടിവെള്ള പദ്ധതിക്ക് 3 സെൻറ്റ് സ്ഥലം സൗജന്യമായി നൽകിയിട്ടുണ്ട്. തുരുത്തിമുക്ക് ആരോഗ്യ ഉപകേന്ദ്രത്തിന് വേണ്ടി 6 സെൻറ്റ് സ്ഥലം നമുക്ക് സൗജന്യമായി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കാർത്തികപ്പള്ളി ആരോഗ്യ ഉപകേന്ദ്ര നിർമ്മാണത്തിനും വയോജന റിക്രിയേഷൻ നിർമ്മാണത്തിനും കൂടി 10 സെൻറ്റ് സ്ഥലം നമുക്ക് സൗജന്യമായി ലഭ്യമായിട്ടുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള വിഭവങ്ങൾ നമ്മൾ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഗ്രാമപഞ്ചായത്തിനെ വർദ്ധിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനം നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് ഒരു പ്രധാനപ്പെട്ടതാണ് വയോജനങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തതാണ്.
പുതിയ കാലത്ത് പ്രായമായ ആളുകളെ ഇപ്പോൾ നേരത്തെ കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയായിരുന്നു കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ചത്. പക്ഷേ പുതിയ കാലത്ത് നമ്മൾ കുട്ടികളെ എങ്ങനെയാണോ ചേർത്ത് പിടിക്കുന്നത് അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്, അവരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അവർക്ക് ഒറ്റപ്പെട്ടു പോകുന്നത് പ്രയാസം. പുതിയ കാലത്ത് എല്ലാവരും തിരക്കിലായിരിക്കും. വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ടുള്ള കുട്ടികളെ പ്രായമായ അമ്മമാരെയൊക്കെ നോക്കി വീട്ടിൽ നിർത്തണം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തീർച്ചയായും ഒരു ഭരണത്തിന്, ഒരു ഭരണാധികാരിക്ക് അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് വയോജനങ്ങൾ എന്ന് പറയുന്നത്. അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുകയും അവർക്ക് ആവശ്യമായ എല്ലാ പദ്ധതികളും അവരെ ചേർത്ത് പിടിക്കുന്നത് നമ്മൾ നടത്തും. മാനസികമായ ഉല്ലാസം നടത്തുന്നത് നമ്മൾ വയോജന യാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കലാപരമായ മത്സരങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ട്. അവരുടെ കൂട്ടായ്മകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വയോജനങ്ങൾ അവർക്ക് വേണ്ടിയായിരുന്നു കച്ചേരി മൈതാനിയിൽ വയോജന റിക്രിയേഷൻ ക്ലബ്ബ് സ്ഥാപിക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് പദ്ധതി ആവിഷ്കരിച്ചത്. അതേപോലെ അത് ഇന്ന് ചില പ്രയാസങ്ങളുള്ളത് കൊണ്ട് തന്നെ അത് അങ്ങനെയാണ് കിടക്കുന്നത്. ഇപ്പോൾ കാർത്തിയപ്പള്ളിയാണ് വയോജന റിക്രിയേഷൻ ക്ലബ്ബ് നമ്മൾ സ്ഥാപിക്കുന്നത്. എല്ലാ വാർഡുകളിലും നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യ ഉപകേന്ദ്രങ്ങളൊക്കെ നിർമ്മിക്കുന്ന പോലെ തന്നെ 2-3 വാർഡുകൾക്ക് അനുയോജ്യമായ രൂപത്തിൽ വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ ക്ലബ്ബുകൾ രൂപീകരിക്കണം എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ ഒരു കാഴ്ചപ്പാട്. പുതിയ കാലത്തിന് ഏറ്റവും അനിവാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ മേഖലകളായി നമ്മൾ പറഞ്ഞു വന്നു. അടുത്ത ഒരു ചോദ്യം വ്യക്തിപരം കൂടി എന്ന രീതിയിൽ തന്നെ ചോദിക്കുകയാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു ഭരണ തലപ്പത്തേക്ക് എത്തുമ്പോൾ അതിൻ്റെതായ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ സ്ത്രീകൾ ഇന്ന് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതെങ്ങനെയായിരുന്നു? അതിനൊപ്പം സ്ത്രീകൾക്കായി പഞ്ചായത്ത് പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും പദ്ധതികളും കാര്യങ്ങളും നടപ്പാക്കിയിട്ടുണ്ടോ? തീർച്ചയായും സ്ത്രീ എന്നുള്ള നിലക്ക് പൊതുരംഗത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രയാസങ്ങളുണ്ട്. അപ്പോൾ കുടുംബം ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രയാസം അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ സ്വതവേ സ്ത്രീക്കും പുരുഷനും പ്രത്യേകമായിട്ടില്ല, നമ്മളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടതാണ്. ഓരോരുത്തർ അവരുടെ കഴിവിനനുസരിച്ച് ഉയർന്നു വരും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു കുടുംബം ഒരു പ്രശ്നമായി വന്നിട്ടില്ല. എന്നെ എല്ലാവിധത്തിലും ഉൾക്കൊള്ളുകയും സഹകരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് കുടുംബം എന്ന് പറയുന്നത്. പിന്നെ സ്ത്രീ എന്നുള്ള നിലക്ക് വലിയ കാഴ്ചപ്പാടും ഒക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളോട് ചേർന്നിട്ടുള്ള പദ്ധതി ആവിഷ്കരിക്കണം എന്നുള്ളത് ഒരു നിർബന്ധ ബുദ്ധി കൂടിയായിരുന്നു. അതിൻ്റെ ഭാഗമായി സ്ത്രീകൾക്ക് മെൻസ്ട്രുവൽ കപ്പ് മുഴുവൻ സ്ത്രീകൾക്കും വിതരണം ചെയ്യുന്ന പദ്ധതി ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിലെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി സാനിറ്ററി നാപ്കിൻ ഡിസ്ട്രക്ഷൻ മിഷൻ ഉൾപ്പെടെ പാഡ് സൂക്ഷിക്കാനുള്ള അളുമാരുൾപ്പെടെ പാഡ് ഉൾപ്പെടെ നമ്മുടെ സ്കൂളുകൾക്ക് അപേക്ഷിച്ച് മുഴുവൻ സ്കൂളുകൾക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയുള്ള മുഴുവൻ UP സ്കൂളുകൾക്കും ഹൈസ്കൂളുകൾക്കൊക്കെ ലഭ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീ സൗഹൃദ ടോയ്ലറ്റുകൾ ഈ പറയുന്നത് പഞ്ചായത്ത് ഓഫീസിനകത്തും ഇത്രയും സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഹരിതകർമ്മസേനക്കകത്തൊക്കെ തന്നെ പൊതു ഇടങ്ങൾ സ്ത്രീകൾക്ക് സ്ത്രീ സൗഹൃദ ടോയ്ലറ്റാണ് നമ്മൾ ടോയ്ലറ്റ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്കുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സ്ത്രീ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആരോഗ്യം പരിപാലിക്കുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായും കുടുംബത്തെ നോക്കുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ് സ്ത്രീയെ സംബന്ധിച്ച്. നമ്മളിപ്പോൾ ഉയർന്ന വിദ്യാഭ്യാസമൊക്കെ നേടി ഏതെങ്കിലും ഒരു മേഖലയിൽ ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന ആളായി മാറുന്നുണ്ടെങ്കിലും തീർച്ചയായും വീട്ടിനകത്തുള്ള എല്ലാ പണിത്തിരക്കുകളും ഭക്ഷണം ഉണ്ടാക്കലും അലക്കലും ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആരോഗ്യം പരിപാലിക്കാനുള്ള ഒരു ശ്രദ്ധ നമുക്ക് എക്സസൈസ് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള. അപ്പോൾ ആ രൂപത്തിലുള്ള മോട്ടിവേഷൻ നൽകിക്കൊണ്ട് അവരുടെ ആരോഗ്യവും പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു 40 വയസ്സ് പുതിയ കാലത്തുള്ള കുട്ടികൾ അതിലൊക്കെ കുറച്ചും കൂടി അവരുടെ ആരോഗ്യം പരിപാലിക്കുന്നതിലും ഇപ്പോൾ ജിമ്മിനൊക്കെ പോകുന്ന കുട്ടികളാണ്. പക്ഷേ ഒരു 40 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കും അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വനിതാ ഫിറ്റ്നസ് സെൻ്ററുകൾ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കണം എന്നുള്ളത് ഒരു കാഴ്ചപ്പാടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഒരു സ്ഥാപനം 20 ലക്ഷം രൂപക്ക് വനിതകൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഫിറ്റ്നസ് സെൻ്റർ നമ്മൾ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നേരത്തെ പറഞ്ഞ വയോജനങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകുന്നത് പോലെ തന്നെ സ്ത്രീയുടെ ആരോഗ്യ പരിപാലനം അവരുടെ ഏറ്റവും നിർബന്ധമാണ്. 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് അതിനനുസരിച്ചുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബശ്രീ ഹോട്ടലുകൾ. നേരത്തെ കുടുംബശ്രീയുടെ ഹോട്ടൽ എന്ന് പറയുന്നത് ഒരു വാടക കെട്ടിടത്തിൽ വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു നമ്മൾ അധികാരത്തിൽ വരുന്ന സമയത്ത്. അതിൻ്റെ അന്തരീക്ഷം മാലിന്യമൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് പാക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരവസ്ഥയിൽ ഭക്ഷണം പാക്ക് ചെയ്ത് ആളുകൾക്ക് കഴിക്കാൻ കൊണ്ടുപോകുന്ന രൂപത്തിലായിരുന്നു. ഇന്ന് നമ്മൾ 10,000 രൂപ എല്ലാ മാസവും ഗ്രാമപഞ്ചായത്ത് അവർക്ക് നൽകുകയാണ്. അവർക്കൊരു
ഒരു സപ്പോർട്ട് എന്നുള്ള നിലക്ക് ഗ്രാമപഞ്ചായത്ത് 10,000 രൂപ പദ്ധതി വെച്ച് അവർക്ക് എല്ലാ മാസവും നൽകുകയും പുതിയ ഒരു സ്ഥലം തന്നെ, ഒരു വാടക കെട്ടിടം, നല്ല വൃത്തിയുള്ള ഒരു വാടക കെട്ടിടത്തിൽ മേശയും കസേരയും ഒക്കെ ഇട്ട് ആവശ്യക്കാർക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും അല്ലാത്ത ആൾക്ക് പാർസൽ വാങ്ങി കൊണ്ടുപോകാൻ രൂപത്തിലാണ് കുടുംബശ്രീയുടെ ഹോട്ടൽ. സ്ത്രീകൾക്ക് അവരുടെ ജോലി എന്നുള്ള നിലക്ക് തന്നെയാണ് അതിനെ പുതിയ രൂപത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷത്തോളം, ഏകദേശം 1.5 വർഷത്തോളമായി ആ രൂപത്തിലാണ് നമ്മുടെ കുടുംബശ്രീൻ്റെ ഹോട്ടലുകൾ, ജനകീയ ഹോട്ടൽ മാറിയിട്ടുള്ളത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സബ്സിഡി ലഭ്യമാവുന്നില്ല എന്നൊരു പ്രതിസന്ധി നേരിട്ട സമയത്ത് നമ്മൾ അതിനെ കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ഒരു സാമ്പത്തിക സഹായം നൽകിക്കൊണ്ടാണ് കുടുംബശ്രീ ഹോട്ടൽ പോകുന്നത്. മറ്റൊന്ന്, സ്ത്രീകൾക്ക് വേണ്ടി സംരംഭ ഗ്രൂപ്പുകൾ, വിവിധ തരത്തിലുള്ള ക്ലാസ്സുകളും പരിശീലനമൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൽ അപൂർവം ചില ആളുകൾ സംരംഭമായി പുതിയ മേഖലയിലേക്ക് വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് 17-ാം വാർഡിലുള്ള പൊടി, കറി പൗഡർ, ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടി സഹായത്തോടു കൂടിയാണ് ആ പദ്ധതി നമ്മൾ നടപ്പിലാക്കി. അവിടെ 4 സ്ത്രീകൾ മനോഹരമായ രൂപത്തിൽ കറി പൗഡറുകൾ നിർമ്മിച്ച് കൊടുക്കുന്ന പദ്ധതി സ്ത്രീകൾക്കുള്ള. അതുപോലെ തന്നെ ഭക്ഷണശാലകൾ, സ്ത്രീകൾ ഭക്ഷണം സപ്ലൈ ചെയ്യുന്ന കാറ്ററിംഗ് സർവീസുകൾ, അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്ത് പല സ്ഥലങ്ങൾ, കല്യാണ വീടുകളിലും അല്ലെങ്കിൽ ഫംഗ്ഷനുകളിൽ എത്തിച്ചു കൊടുക്കുന്ന രൂപത്തിലേക്കുള്ള സംരംഭം. അങ്ങനെ വിവിധ തരത്തിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സൗഹാർദ്ദപരമായ പഞ്ചായത്താക്കി മാറ്റണം എന്നുള്ളത് ഒരു സ്ത്രീ എന്നുള്ള നിലക്കും ഒരു വനിതാ പ്രവർത്തക എന്നുള്ള നിലക്കുള്ളൊരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പെൺകുട്ടികൾക്കുള്ള ആരോഗ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് മുഴുവൻ പെൺകുട്ടികൾക്കും 19 വയസ്സിന് ചോടെയുള്ള നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ പെൺകുട്ടികൾക്കും കരാട്ട പരിശീലനം നൽകണം എന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 2 വർഷവും പദ്ധതി ആവിഷ്കരിക്കുകയും അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും ഈ കരാട്ട പരിശീലനം സൗജന്യമായി നൽകുന്ന രൂപത്തിലുള്ള പദ്ധതിയൊക്കെ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഫാമിലി വെഡിംഗ് സെന്റർ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വികസന പ്രവർത്തനം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഹാളാണ്. അതിൻ്റെ നവീകരണം. നേരത്തെ അതിൻ്റെ ടോയ്ലറ്റെല്ലാം അങ്ങേയറ്റം ഒരാൾക്ക് പോലും കയറാൻ പറ്റാത്ത രൂപത്തിൽ ജീർണിച്ച അവസ്ഥയിൽ, കയറാൻ പറ്റൂല, അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ സീറ്റ് ആയിക്കോട്ടെ, സൗണ്ട്, പരിപാടി നടത്താൻ പറ്റില്ല, സൗണ്ട് കേൾക്കൂല, സൗണ്ടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ ആകെ പ്രശ്നം നിറഞ്ഞതായിരുന്നു കമ്മ്യൂണിറ്റി ഹാൾ പരിപാടികൾ നടത്താനില്ല എന്നുള്ളതാണ്. അത് നവീകരിക്കുക അല്ലെങ്കിൽ അതിനെ പുതിയ കാലത്തിനനുസരിച്ച് മാറ്റുക എന്നുള്ളത് വലിയൊരു പ്രവർത്തനമായിരുന്നു. ഈ ഒരു 6 മാസത്തിനെയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ച് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളത്. അതായത് അതിൻ്റെ സീറ്റിംഗ് മാറ്റിയിട്ടുണ്ട്, സൗണ്ട് മാറ്റിയിട്ടുണ്ട്, അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് മാറ്റിയിട്ടുണ്ട്. സ്റ്റേജ് ഇപ്പോഴാണ് നിർമ്മിച്ചത്. നേരത്തെ അതിന് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്റ്റേജായിരുന്നു. പക്ഷേ ഇപ്പോൾ നാടകമൊക്കെ അവതരിപ്പിക്കുന്ന രൂപത്തിൽ തന്നെയാണ് അതിൻ്റെ ഒരു സ്റ്റേജൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തത്. പിന്നെ ടോയ്ലറ്റ് നമ്മളെ പുതിയ കാലത്തിനനുസരിച്ചുള്ള സ്ത്രീക്കും പുരുഷനും വളരെ സൗഹാർദ്ദപരമായി ഉപയോഗിക്കുന്ന തരത്തിലുള്ള ടോയ്ലറ്റ് ആക്കി മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ ഒരു പ്രവർത്തനം കമ്മ്യൂണിറ്റി ഹാളിൽ, അതായത് നമ്മുടെ അടുത്ത് ഇത്രയും വലിയ ഒരു സ്ഥാപനം പാർക്കിംഗ് സൗകര്യത്തോടു കൂടി ഉണ്ടായിരുന്നിട്ടും ഒരു കല്യാണം ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും പരിപാടിക്കായിക്കോട്ടെ, വലിയ പൈസ കൊടുത്ത് നമ്മൾ അത്താഫി ഓഡിറ്റോറിയത്തിലും കൃഷ്ണകൃപയിലൊക്കെയാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ ചെറിയൊരു പൈസ ഗ്രാമപഞ്ചായത്തിൻ്റെ നികുതി ഇനത്തിൽ നൽകിക്കൊണ്ട് തന്നെ പരിപാടി നടത്തുന്ന രൂപത്തിലാണ് കമ്മ്യൂണിറ്റി ഹാളിനെ മാറ്റിയിട്ടുള്ളത്. ഇത് അതിൻ്റെ കിച്ചണിൻ്റെ പ്രവർത്തനം നടത്തേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും 40 ലക്ഷം കൂടി ബാക്കി നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്ത ഭരണസമിതിയുടെ കാലത്ത് അതിൻ്റെ പദ്ധതി ആവിഷ്കരിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതോടുകൂടി ഏറ്റവും മനോഹരമായ രൂപത്തിൽ പരിപാടികൾ ആസൂത്രണം ചെയ്ത് വിവാഹമോ അങ്ങനത്തെ ഫംഗ്ഷനുകൾ, ആഘോഷ പരിപാടികൾ നടത്താം എന്നുള്ള രൂപത്തിൽ തന്നെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഹാൾ മാറ്റിയിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഇത്രയൊക്കെ വികസനം നമ്മൾ സാധ്യമാക്കി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പോസ്റ്റ് പ്രചരിക്കുന്നത് കണ്ടു. ഒരു ചാനൽ ചർച്ചയിൽ, നമ്മുടെ വികസനവുമായി ബന്ധപ്പെട്ട് നടന്ന ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് നമ്മുടെ UDF RMPI പ്രതിനിധീകരിച്ച് ആരും തന്നെ പങ്കെടുത്തില്ല. അത് നമ്മൾക്ക് നേട്ടമൊന്നുമില്ലാത്തതും എടുത്തു പറയാൻ സാധിക്കാത്തതും കൊണ്ടാണ് എന്ന തരത്തിലൊരു പോസ്റ്റ് കണ്ട്. അപ്പോൾ അതേക്കുറിച്ച് എന്താ പറയാൻ? അതേക്കുറിച്ച് പറയാനുള്ളത്, ഇങ്ങനെയൊരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ടെന്നോ, ഇങ്ങനെയൊരു പരിപാടിയിൽ പങ്കെടുക്കണമെന്നോ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലക്കോ, അല്ലെങ്കിൽ ഈ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരാൾ എന്നുള്ള നിലക്കോ എന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പങ്കെടുക്കാതെ നിന്നിട്ടുള്ളത്. അറിയായിരുന്നെങ്കിൽ പങ്കെടുക്കായിരുന്നു. പറയാൻ ഒരുപാട് പദ്ധതികളുണ്ട്, നടപ്പിലാക്കിയ പദ്ധതികളുണ്ട്. പിന്നെ നേരത്തെ വ്യക്തിപരമായി കുറേ പ്രശ്നങ്ങൾ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യുന്ന രൂപത്തിലാണ്
എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിപക്ഷത്തിലുള്ള ആളുകൾ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യുകയാണ്. ഇന്നലെ തന്നെ ഒരു വീഡിയോ ചിത്രീകരിച്ചിരിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ വീഡിയോ ആണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്തൂടെ പോകുന്ന ഒരു റോഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് വലിയ രൂപത്തിൽ അത് ക്യാൻവാസ് ചെയ്യുന്ന രൂപത്തിലാണ് അവർ എൻ്റെ വീട്ടിൽ നമ്മളെ ഒരു അനുവാദവുമില്ലാതെ ഞങ്ങൾ ആരും വീട്ടിലില്ലായിരുന്ന സമയത്ത് ഡ്രോൺ ഉപയോഗിച്ച് ചിത്രീകരണം നടത്തുകയും അതിൻ്റെ തൊട്ടപ്പുറത്ത് താഴെ കൂടി പോകുന്ന ഒരു റോഡിനെ ചിത്രീകരിച്ച് പ്രസിഡൻറ്റിൻ്റെ വീടിലേക്ക്, നമ്മുടെ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ട് പക്ഷേ പ്രസിഡൻറ്റിൻ്റെ വീട്ടിലേക്ക് മനോഹരമായ റോഡ് നിർമ്മിച്ചു. നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. കാരണം എൻ്റെ വീട്ടിൽ എല്ലാവർക്കും വരാം. എൻ്റെ വീടിൻ്റെ പുറത്തുനിന്ന് ഡ്രോൺ വെക്കണ്ട, അകത്ത് വരാം. അകത്ത് വന്ന് ഇരുന്ന് കണ്ട് സംസാരിക്കാം, വീടും കാണാം, റോഡും കാണാം. റോഡ് അപ്പുറത്തുള്ള ആൾ എത്രയോ കാലമായി കിടപ്പിലായിട്ടുള്ള മഠത്തിൽ അശോകൻ ഉണ്ടായിരുന്നു. അശോകൻ എത്രയോ കാലമായി റോഡിന് വേണ്ടി പറയായിരുന്നു. കുറേ കസേരമേൽ ഇരിപ്പിച്ചിട്ടാണ്, കുറേ ആളുകൾ എടുത്തിട്ടാണ് കൊണ്ടുപോകാറ്. അപ്പോൾ ആ റോഡ് നിർമ്മിക്കാൻ എത്രയോ വർഷങ്ങളായി. കഴിഞ്ഞ നമ്മളെ വാർഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന ഭാസ്കരേട്ടനായിരുന്നു. അപ്പോൾ നിരന്തരം പറയുകയും റോഡ് ചെയ്തു കൊടുത്തില്ല എന്നുള്ള. ഇപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഒരാൾ വീണ്ടും പക്ഷാഘാതം വന്ന് കിടപ്പിലായി. അയാളെയും കസേര വെച്ചിട്ട് എടുത്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ആണ് ഈ റോഡ് ഇങ്ങേ ഭാഗത്ത് നിന്ന് അങ്ങേ ഭാഗത്തേക്കാണ് പോയത്. എൻ്റെ വീട്ടിലേക്കല്ല പോയത്. എൻ്റെ വീട്ടിൽ ഇപ്പോൾ റോഡില്ല. അത് റോഡ് ചേർന്ന് അവിടെ വന്ന് കാണാം എന്നുള്ള ഇത്തരത്തിലുള്ള നുണകൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. പല രൂപത്തിലുള്ള വീഡിയോസ് ചിത്രീകരിച്ച് നേരത്തെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മളെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലൊക്കെ ഇല്ലാത്ത കുറേ ചിത്രീകരണങ്ങളൊക്കെ നടത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നടക്കുന്നത് തീർച്ചയായും മാങ്ങയുള്ള മാവിന് മാത്രമേ കല്ലെറിയും. അപ്പോൾ അതിൻ്റേതായ ശൈലിയിൽ മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഈ ഏറാമല ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ്, ഏതൊരു സാധാരണക്കാരനും ഇതിൻ്റെ വികസന പ്രവർത്തനം അനുഭവിച്ചിട്ടുണ്ടാകുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കെട്ടിടങ്ങളും ഇതും മാത്രമല്ല പറയാനുള്ളത്. ഇവിടെ വരുന്ന ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ ഏറ്റവും സുഖകരമായി വളരെ വേഗത്തിൽ ചെയ്തു കൊടുത്ത് അവരതിൻ്റെ ആവശ്യം പൂർത്തീകരിച്ച് ഇപ്പോൾ സർട്ടിഫിക്കറ്റിനാണ് പലപ്പോഴും BPL സർട്ടിഫിക്കറ്റിനായിക്കോട്ടെ, അല്ലെങ്കിൽ ഓണർഷിപ്പിനായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നികുതി വിവിധ തരത്തിലുള്ള സർട്ടിഫിക്കറ്റിന് വരുന്ന സാക്ഷ്യപത്രങ്ങൾക്കും അതൊക്കെ വളരെ വേഗത്തിൽ ലഭ്യമാക്കാൻ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം എല്ലാ രൂപത്തിലും വരുന്ന സമയത്ത് മാത്രമേ വികസനം അതിൻ്റെ പൂർണ്ണതയിലെത്തൂ എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാധാരണ ജനങ്ങൾ തന്നെയാണ്. അവരുടെ ക്ഷേമ പെൻഷനായാലും മറ്റാവശ്യങ്ങൾക്കും വരുന്ന സമയത്ത് ഏറ്റവും വേഗത്തിൽ അവർക്ക് ഉള്ള ആവശ്യങ്ങൾ നേടിയെടുത്ത് അവരെ സന്തോഷത്തോടു കൂടി പറഞ്ഞയക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വികസന പ്രവർത്തനങ്ങളിലും ഈ പദ്ധതികളിലൊക്കെ പ്രതിപക്ഷം കൂടെ നിന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഒരുമിച്ച് ചേർന്ന് നിന്നില്ലേ? ചേർന്നിട്ടുണ്ട്. ഒരു പ്രതിപക്ഷം ചേർന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഈ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ഓർക്കാട്ടറി കന്നുകാലി ചന്തയൊക്കെ നടക്കുന്ന ഗ്രാമപഞ്ചായത്താണ്. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നേതൃപരമായ ഐക്യം കൂടുതലുള്ള ഗ്രാമപഞ്ചായത്താണ് ഏറാമല ഗ്രാമപഞ്ചായത്ത്. ഇപ്പോൾ മാലിന്യ സംസ്കരണം തന്നെ, ജൈവ മാലിന്യമൊക്കെ നമ്മുടെ ഈ ഏറാമല തുടങ്ങാൻ മറ്റ് പ്രദേശത്തൊന്നും ഇല്ലാത്ത ഒരു സംഗതി ഇവിടെ തുടങ്ങാൻ വേണ്ടി സാധിച്ചിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഐക്യമാണ്. കാരണം എത്രയോ വർഷമായി ഇവിടെയുള്ള മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഡബ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഡബ് ചെയ്യുന്ന സ്ഥലത്തിനെ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള നിലക്ക് തന്നെയാണ് ഈ ജൈവ മാലിന്യമൊക്കെ സംസ്കരിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മാറിയിട്ടുള്ളത്. തീർച്ചയായും പ്രതിപക്ഷം സഹകരിച്ചിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായും തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അതിനെ ആ രൂപത്തിൽ മാത്രമേ നമ്മൾ കാണേണ്ടതായിട്ടുള്ളൂ. പക്ഷേ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബോർഡിൽ പ്രതിപക്ഷങ്ങൾ അവരുടേതായ കാര്യങ്ങൾ ഉന്നയിക്കും. സ്വാഭാവികമായും അത് ഉന്നയിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഭരണസമിതി കഴിഞ്ഞാൽ എല്ലാവരും വളരെ സൗഹാർദ്ദത്തോടു കൂടി തന്നെയാണ് എന്നുള്ളതാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ 5 വർഷം പൂർത്തിയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തൽക്കാലത്തേക്ക് പടിയിറങ്ങുകയാണ്. പക്ഷേ പൊതു സേവനം അല്ലെങ്കിൽ പൊതുപ്രവർത്തനം ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും ജനവിധി തേടുന്നുണ്ടല്ലേ? തീർച്ചയായും. ഓർക്കാട്ടറി ഡിവിഷനിൽ നിന്നാണ് 7, 8, 15, 16, 17 എന്ന ഏറാമല ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളും ഒഞ്ചിയത്തിൻ്റെ 8ാം വാർഡ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എൻ്റെ ഡിവിഷനുള്ളത്. ജനങ്ങളോടൊപ്പം തുടർന്നും അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ നടക്കും? പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റേതായ രൂപത്തിൽ നടന്നു പോകുന്നുണ്ട്. ഇനിയിപ്പോൾ 11-നാണ് തെരഞ്ഞെടുപ്പ്. തീർച്ചയായും വിജയിക്കും, അതിൽ ഉറപ്പാണ്. അപ്പോൾ വീണ്ടും ജനവിധി തേടുകയാണ്. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇറങ്ങി തെരഞ്ഞെടുപ്പ് തിരക്കിലേക്ക് വീണ്ടും സഞ്ചാരം തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ മടങ്ങുകയാണ്. അതിനൊപ്പം എല്ലാ വിജയാശംസകളും നേർന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു.